പ്രശാന്ത് എന്ന് പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യുമോ? ഇതൊക്കെ വളരെ ഗൗരവമായി കേരളത്തിൽ നടക്കുകയാണ്. പക്ഷേ ചോദ്യം ചെയ്താലും ചോദ്യം ചെയ്തില്ലെങ്കിലും, ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തില്ലെങ്കിലും സമൂഹ മനസാക്ഷിയിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, CPM-ൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു കറുത്ത അധ്യായമായി നിൽക്കും. എന്തിനാണ് നിങ്ങൾ മാർക്സിസം ലെനിനിസം പോലുള്ള ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിച്ച് ജനങ്ങൾക്ക് സോഷ്യലിസവും സന്തോഷവും ആനന്ദവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട ചെറുപ്പക്കാരായ സുരേന്ദ്രനെ, കടകംപള്ളി, അന്നത്തെ ചെറുപ്പമാണ് ഞാൻ പറയുന്നത്, ഇറങ്ങുമ്പോൾ ഉള്ള ചെറുപ്പക്കാരനായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകൾ നിങ്ങളൊരു പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപക്ഷെ പ്രസ്ഥാനം രക്ഷിക്കുമായിരിക്കും. കാരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രസ്ഥാനത്തിന് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ രക്ഷപ്പെടുത്തുമായിരിക്കും. പത്മകുമാർ അല്ലെങ്കിലും പാർട്ടിക്ക് അനഭിമതനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് താഴേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് കളഞ്ഞു. വീണ ജോർജുമായിട്ട് വലിയ യുദ്ധത്തിലായിരുന്നു. വീണ ജോർജുമായുള്ള യുദ്ധം പിണറായി വിജയന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി CPM-നകത്ത് തന്നെ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് പത്മകുമാർ പോയി. അതുകൊണ്ട് കൂടിയാണോ പത്മകുമാർ, അതോ SIT വളരെ കൃത്യമായി റിപ്പോർട്ട് പറഞ്ഞത് കൊണ്ടാണോ? പല കാരണങ്ങളുണ്ട്. എന്തായാലും പത്മകുമാറിനെ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ ഒരുപക്ഷെ പാർട്ടി ശ്രമിക്കുമോ? ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞത് ഒരാളെയും ഞങ്ങൾ രക്ഷിക്കുന്നില്ല എന്നാണ്. അപ്പോഴും മുഖ്യമന്ത്രി മനസ്സ് തുറന്നിട്ടില്ല. ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ വിഷയം പോകുമോ?